ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. എല്ലാ ഭാഷകളിലും പാസീവ് ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. ആദ്യം പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നെ ക്ഷണിച്ചു, എന്നെ ക്ഷണിക്കാറുണ്ട്, എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, അവനെ സഹായിച്ചു, അവനെ സഹായിച്ചിട്ടുണ്ട്, അവനെ സഹായിക്കുകയാണ്. ഇങ്ങനെ പറയുന്ന വാചകങ്ങൾ പാസീവാണ്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില ക്രിയകൾ നമുക്ക് രണ്ട് രീതിയിൽ പാസീവായിട്ട് മലയാളത്തിൽ പറയാറുണ്ട്. അവൻ ശിക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ അവനെ ശിക്ഷിച്ചു, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അവൻ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ അവനെ വധിച്ചു, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. എന്നാൽ എല്ലാ വേർബ്സും, എല്ലാ ക്രിയകളും മലയാളത്തിൽ ഇതുപോലെ രണ്ട് രീതിയിൽ പറയാൻ പറ്റില്ല പാസീവായിട്ട്. ചിലപ്പോഴെങ്കിലും വിദ്യാർത്ഥികള്, സ്റ്റുഡൻസ് അവൻ കൊല്ലപ്പെട്ടു, അവൻ വധിക്കപ്പെട്ടു ഇങ്ങനെ പറയുന്ന വാചകങ്ങൾ മാത്രമാണ് പാസീവ് എന്ന് വിചാരിച്ച് കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. അവനെ ക്ഷണിച്ചു, അവനെ കൊന്നു, അവനെ വധിച്ചു, ഇതും പാസീവാണ്. നമ്മൾ മലയാളത്തിൽ കൂടുതലും അവനെ സഹായിച്ചു, അവനെ കൊണ്ടുവന്നു അങ്ങനെയുള്ള വാചകങ്ങളാണ് പറയുക. അവയെല്ലാം പാസീവാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ വേർബ്സും, എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായി, അവൻ നിന്നു, അവനെ നിന്നു അങ്ങനെ പറയില്ല. അവൻ ക്ഷണിച്ചു, അവനെ ക്ഷണിച്ചു അങ്ങനെ പറയാം. പക്ഷെ അവൻ നിന്നു, അവനെ നിന്നു എന്ന് പറയില്ല. ഇതുപോലെ ഇംഗ്ലീഷിലും എല്ലാ വേർബ്സും, എല്ലാ ക്രിയകളും പാസീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നതിന്റെ പാസീവാണ് കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ എഴുതാറുണ്ട്, അവൻ വരാറുണ്ട് ഇങ്ങനെ പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. പേരൊന്നും പഠിക്കണ്ട, പക്ഷെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ പാസീവാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിന്റെ പാസീവ് ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിന്റെ കൂടെ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഈ മൂന്നിൽ ഏതെങ്കിലും വയ്ക്കും. ഇവ മൂന്നും ബി എന്ന വെർബിന്റെ പ്രസന്റ് ഫോമിലെ രൂപങ്ങളാണ്, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം PP ഫോം വയ്ക്കും. ഓക്കെ, പാസീവില് എപ്പോഴും ഈ ഫോമാണ് ഉപയോഗിക്കുക. അതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഐ എന്ന വാക്കിന്റെ, ഞാൻ, അതിന്റെ പാസീവ് വാചകങ്ങളാണ്. 3 വാചകങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ചൂസ് എന്ന വെർബാണ്. ചൂസ്, ചോസ്, ചോസൺ. നമ്മൾ 3 വാചകങ്ങൾ കണ്ടു. ഐ ആം ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. അതിന്റെ ചോദ്യം ആം ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ടോ. നെഗറ്റീവ് കണ്ടു, എന്നെ തിരഞ്ഞെടുക്കാറില്ല, ഐ ആം നോട്ട് ചോസൺ. ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവ് ചോദ്യമാണ്. എന്നെ തിരഞ്ഞെടുക്കാറില്ലേ, എന്നെ തിരഞ്ഞെടുക്കാറില്ലേ. ഇത് ഇംഗ്ലീഷിലെ 2 രീതിയിൽ പറയും. ആൻഡ് ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ലേ. ആൻഡ്, ആറിന്റെ അല്ല, ആൻഡ്, ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ആൻഡ്. ആൻഡ് ഐ ചോസൺ. അല്ലെങ്കിൽ ആം ഐ നോട്ട് ചോസൺ, ആം ഐ നോട്ട് ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ലേ, അങ്ങനെയും പറയാം. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഈ ആൻഡ് ഐ ചോസൺ ആണ് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ലേ. നേരത്തെ കണ്ട ഈ ടെൻസില് ഞാൻ തിരഞ്ഞെടുക്കാറില്ലേ. ഡോണ്ട് ഐ ചൂസ്, ഡോണ്ട് ഐ ചൂസ്, ഓർക്കുന്നുണ്ട്. ഡോണ്ട് ഐ ചൂസ്, ഇത് പാസീവ്. ആൻഡ് ഐ ചോസൺ, ആൻഡ് ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറില്ലേ. അല്ലെങ്കിൽ ആം ഐ നോട്ട് ചോസൺ, ആം ഐ നോട്ട് ചോസൺ, അങ്ങനെയും പറയാം. സ്പോക്കൺ ഇംഗ്ലീഷിൽ ആൻഡ് ഐ ചോസൺ എന്നാണ് കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, ആൻഡ് ഐ ഹെൽപ്, എന്നെ സഹായിക്കാറില്ലേ. നെഗറ്റീവ് ചോദ്യം. ആൻഡ് ഐ ഹെൽപ്, എന്നെ സഹായിക്കാറില്ലേ. നേരത്തെ കണ്ടത് ഡോണ്ട് ഐ ഹെൽപ്പ്, ഞാൻ സഹായിക്കാറില്ലേ. ഡോണ്ട് ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാറില്ലേ. ഇത് എന്നെ സഹായിക്കാറില്ലേ. ആൻഡ് ഐ ഹെൽപ്, ആൻഡ് ഐ ഹെൽപ്. അടുത്തത് ആൻഡ് ഐ ടോട്ട്, ആൻഡ് ഐ ടോട്ട്, എന്നെ പഠിപ്പിക്കാറില്ലേ. നേരത്തെ കണ്ടത് ഡോണ്ട് ഐ ടീച്ച്, ഡോണ്ട് ഐ ടീച്ച്, ഞാൻ പഠിപ്പിക്കാറില്ലേ. ആ വ്യത്യാസം അറിയണം. ആൻഡ് ഐ സെൻഡ്, എന്നെ അയക്കാറില്ലേ. പഴയത് ഡോണ്ട് ഐ സെൻഡ്, SEND, ഡോണ്ട് ഐ സെൻഡ്, ഞാൻ അയക്കാറില്ലേ. ആൻഡ് ഐ പണിഷ്ഡ്, ആൻഡ് ഐ പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കാറില്ലേ. ആൻഡ് ഐ പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കാറില്ലേ. ഡോണ്ട് ഐ പണിഷ്, ഡോണ്ട് ഐ പണിഷ്, ഞാൻ ശിക്ഷിക്കാറില്ലേ. ആൻഡ് ഐ ടോൾഡ്, ഇത് ശ്രദ്ധിക്കണം. ആൻഡ് ഐ ടോൾഡ്, എന്നോട് പറയാറില്ലേ. അങ്ങനെയാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്യേണ്ടത്. എന്നെ പറയാറില്ലേ എന്നല്ല. ആൻഡ് ഐ ടോൾഡ്, എന്നോട് പറയാറില്ലേ.
ഡോണ്ട് ഐ ടെൽ പഴയത്, ഞാൻ പറയാറില്ലേ. ആൻഡ് ഐ ആസ്ക്ഡ്, ഇത് ശ്രദ്ധിക്കണം, എന്നോട് ചോദിക്കാറില്ലേ. ആൻഡ് ഐ ആസ്ക്ഡ്, എന്നോട് ചോദിക്കാറില്ലേ. പഴയത് ഡോണ്ട് ഐ ആസ്ക്, ഞാൻ ചോദിക്കാറില്ലേ. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇന്ന് കണ്ടത് നെഗറ്റീവ് ചോദ്യമാണ്. ഐ എന്ന വാക്കിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പാസീവ് ആണ് നമ്മൾ കണ്ടത്. ആദ്യം പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം. പ്രാക്ടീസ് ചെയ്യാതെ നമുക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. മലയാളം ഇംഗ്ലീഷ് അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറയണം. രണ്ടുപേരും ഇരിക്കുകയാണെങ്കിൽ തെറ്റ് വന്നാൽ തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം, പുതിയ വെർബ്സും പഠിക്കണം. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണം ഇതെല്ലാം പഠിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകൾ ലഭ്യമാണ് നെറ്റിലൊക്കെ, അത് വായിച്ചൊക്കെ നോക്കുക. ഒത്തിരി വാക്കുകൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകൾ. അപ്പൊ വെർബിന് അല്ലെ ക്രിയയ്ക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ.
ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിൽ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Verb, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ED എന്നോ D എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രീഡ്, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗൺഡ്, ഡ്രൗൺഡ്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.